കാഴ്ചകളിലേക്കാണ് മലയാളികൾ ഇന്ന് ഉത്രാടപ്പാച്ചിലിൽ. തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളി. ഓണം ആഘോഷിക്കാനുള്ള ഉത്രാടപ്പാച്ചിലിലായിരുന്നു നാടും നഗരവും. തിരുവനന്തപുരത്തെ ചാലകമ്പോളം അടക്കമുള്ള വിപണികളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഓണത്തെ വരവേൽക്കാൻ മലയാളികൾ തയ്യാറായി കഴിഞ്ഞു. ഇന്ന് ഉത്രാടമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇവിടെ ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലാണ്. അവസാനഘട്ട ഷോപ്പിങ്ങിനായിട്ട് എത്തുന്ന നിരവധി ആളുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നാളെ തിരുവോണമാണ്. തിരുവോണത്തിന് ആവശ്യമായ പൂക്കളും പച്ചക്കറികളും മറ്റ് വസ്ത്രങ്ങളും ഒക്കെ വാങ്ങാനായി നിരവധി ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അവസാനഘട്ട ഷോപ്പിങ്ങിന്റെ തിരക്കിലാണ് എല്ലാവരും തന്നെ. മാർക്കറ്റുകളും ഒക്കെ തന്നെ കടകളും എല്ലാം ചെറിയ വഴിയോര കടകൾ മുതൽ വലിയ മാളുകൾ വരെ വലിയ ജനപ്രവാഹമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വലിയ ജനത്തിരക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും. ചെറുകിട കടകൾ മുതൽ പച്ചക്കറി പഴം വിൽക്കുന്ന കടകൾ മുതൽ വലിയ വസ്ത്ര വ്യാപാര കടകൾ വരെ വലിയ ജനത്തിരക്കാണ് നമുക്കിപ്പോൾ അനുഭവപ്പെടുന്നത്. അവസാന ഘട്ടമായി അതായത് തിരുവോണത്തിന് ആവശ്യമായ വസ്ത്രങ്ങൾ, പൂക്കൾ, പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള തിരക്കുകളാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഉത്രാട തലേന്ന് അല്ലെങ്കിൽ ഉത്രാടത്തിന് അന്ന് വൈകുന്നേരമാണ് നമ്മൾ ഉത്രാടപ്പാച്ചിൽ അതായത് അവസാന ഘട്ടത്തിലേക്കുള്ള ഷോപ്പിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത്തം മുതൽ 10 ദിവസം വരെ തിരുവോണം നീണ്ടു നിൽക്കുമെങ്കിലും അവസാന ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ നമുക്കൊരു എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണം, ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. ആ സാധനങ്ങൾ വാങ്ങാനുള്ള തിരക്കാണ് എല്ലാ തരത്തിലും. അതായത് സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് ഈ ഉത്രാട തലേന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ വലിയ ജനത്തിരക്കുകൾ തന്നെ എല്ലാ മാർക്കറ്റുകളും പ്രധാനമായ എല്ലാ മാർക്കറ്റുകളിലും നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഉത്രാടത്തിൻ്റെ തലേന്ന് തങ്ങൾക്ക് ആവശ്യമായുള്ള സാധനങ്ങൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാനുള്ള തിരക്ക്, അല്ലെങ്കിൽ ജോലി സംബന്ധമായി അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളാൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാനുള്ള തിരക്കുകൾ എല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. വളരെ വലിയ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ പ്രധാന മാർക്കറ്റുകളിലൊന്നായി ചാലയിലാണ്. ഇവിടെയാണ് പ്രധാനമായും ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. വലിയ തോതിലുള്ള വ്യാപാരമാണ്. നമ്മൾ രാവിലെയൊക്കെ തന്നെ ഇവിടെ എത്തിയിരുന്നു. ഇവിടെ രാവിലെ കണ്ടതിലും വലിയ ജനത്തിരക്കാണ് നമുക്കിപ്പോൾ ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഉത്രാടത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് പ്രധാനമായും ഇത്തരത്തിൽ തിരക്ക് അനുഭവപ്പെടുക. ജോലികളാലും മറ്റ് തിരക്കുകളാലും രാവിലെ തന്നെ ഇത്തരത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഷോപ്പിംഗ് നടത്താൻ കഴിയാതിരുന്ന ആളുകളൊക്കെ തന്നെ ഉത്രാടത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇത്തരത്തിൽ സാധനങ്ങൾ വാങ്ങാൻ ഇവിടെ എത്തുന്നത്. എന്തായാലും ഓണത്തെ വരവേൽക്കാൻ മലയാളികൾ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇത്തരത്തിൽ നിരവധി സാധനങ്ങൾ വാങ്ങാൻ, പഴം, പച്ചക്കറികൾ മുതലായ സാധനങ്ങൾ വാങ്ങാനായിട്ട് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇത്തരത്തിൽ വസ്ത്രങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വാങ്ങാനായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞോ? എല്ലാ സാധനങ്ങളും വാങ്ങി, അല്ലെങ്കിൽ മറന്നുപോയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാങ്ങാനായി എത്തുന്ന നിരവധി പേരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ചേച്ചി, എല്ലാ സാധനങ്ങളും വാങ്ങിയോ ഉത്രാടത്തിന്? ഇല്ല, നമ്മൾ വാങ്ങിക്കാൻ പോണതേ ഉള്ളൂ. അതെ. സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇല്ല, അതിനൊക്കെ ഒരു സമയമുണ്ടല്ലോ. ആ സമയത്തെ ഇവിടെ വാങ്ങിക്കാൻ പറ്റും. അതെ, നമ്മളെ ഓണമല്ലേ, നമ്മൾ അടിച്ചു പൊളിക്കണ്ടേ, അതിനുള്ള സാധനം വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. അതെ, ഓണം അടിച്ചു പൊളിക്കാനുള്ള സാധനങ്ങൾ വാങ്ങാൻ വന്നതാണ്. എത്ര നേരത്തെ വാങ്ങി വന്നാലും ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത് മലയാളികൾക്ക് എന്നും ഒരു ഹരം തന്നെയാണ്. ഉത്രാടത്തലേന്ന് ഇത്തരത്തിൽ ഈ തിരക്കിനുള്ളിൽ വന്ന് സാധനങ്ങൾ വാങ്ങിയാൽ മാത്രമേ ഓണം സമ്പൂർണ്ണമാകൂ എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് മലയാളികളുണ്ട്. എത്രയൊക്കെ ഒരുക്കങ്ങൾ ഓണത്തിനായി നടത്തിയാലും ഈ ഉത്രാടത്തലേന്ന് ഇത്തരത്തിൽ പെട്ടെന്ന് ഒരു ഷോപ്പിംഗ് നടത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ വന്ന് ഈ ഇത്തരത്തിൽ മാർക്കറ്റുകളിലൊക്കെ വന്ന് സാധനങ്ങൾ വാങ്ങിയില്ലെങ്കിൽ ഒരു തൃപ്തി അടയാത്ത നിരവധി ആളുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ചേച്ചി, ഉത്രാടത്തിന് എല്ലാ സാധനങ്ങളും വാങ്ങിയോ? ഇല്ല. എന്താ വാങ്ങുന്നത്? വള. നാളെ തിരുവോണത്തിന് ഒരുങ്ങാനുള്ള സാധനങ്ങളാണ് വാങ്ങുന്നത്. അപ്പോൾ പഴം, പച്ചക്കറികൾ മാത്രമല്ല, ഇത്തരത്തിൽ നാളെ തിരുവോണത്തിനായി അണിഞ്ഞൊരുങ്ങാനുള്ള പുതിയ ഓണക്കോടികൾ അണിയുന്നതിനൊപ്പം മറ്റ് ആഭരണങ്ങൾ കൂടി അണിയാനെത്തുന്ന നിരവധി പേരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. വളരെ വലിയ തിരക്കാണ് ഈ ഉത്രാട ദിവസം ഈ മാർക്കറ്റിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ വലിയ ആവേശത്തോടെ, അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് എത്തുന്ന തങ്ങളുടെ ആ പ്രധാന ഉത്സവത്തെ വരവേൽക്കാനായി മലയാളികൾ പൂർണ്ണമായും സജ്ജരായി കഴിഞ്ഞിരിക്കുകയാണ്. അവസാനഘട്ട ഒരുക്കങ്ങളാണ് ഇവിടെ
നടക്കുന്നത്. എന്തായാലും വളരെ വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് അവസാനഘട്ട ഷോപ്പിംഗ് മലയാളികൾ ചെയ്യുന്നത്. എന്തായാലും ഓണത്തെ വരവേൽക്കാൻ മലയാളികൾ പൂർണ്ണമായി സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. ആണ്ടിലൊരിക്കൽ വരുന്ന തങ്ങളുടെ ഉത്സവത്തെ, അതായത് 10 ദിവസത്തെ കാത്തിരിപ്പാണ് ഇത്തരത്തിൽ മലയാളികൾ ഇതിനായി കാത്തിരിക്കുന്നത്. തങ്ങളുടെ പ്രധാന ഉത്സവത്തെ വരവേൽക്കാൻ അവസാനഘട്ട ഷോപ്പിങ്ങിലേക്കൊക്കെ തന്നെ മലയാളികൾ കടന്നിരിക്കുകയാണ്. എന്തായാലും ഓണത്തെ വരവേൽക്കാൻ മലയാളികൾ പൂർണ്ണ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. സദ്യവട്ടങ്ങൾ ഒരുക്കി പുതുകോടികൾ അണിഞ്ഞ് ഓണത്തെ വരവേൽക്കാൻ മലയാളികൾ എല്ലാവരും സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. അവസാനഘട്ട ഒരുക്കങ്ങളാണ് ഇവിടെ പൂർണ്ണമായിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ ഷാൻ ജയ്സിനൊപ്പം അപർണ, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.